അസ്കിതകൾ മറയ്ക്കാൻ സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ തേടുന്നവരാണ് നാം. 40 വയസ്സ് കഴിഞ്ഞാലുടൻ പലവിധ ആന്റി ഏജിംഗ് ക്രീമുകൾക്കായുള്ള പരക്കം പാച്ചിലാണ്. ഒപ്പം വ്യായാമം ചെയ്തും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചുമൊക്കെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും പ്രായം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. പ്രായം കൂടുന്നു എന്നത് ആലോചിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല. എന്നും ചെറുപ്പക്കാരായി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായി ആരും കാണില്ല. എന്നാൽ പ്രായമാകുന്നത് തടയാൻ ആന്റി ഏജിംഗ് ക്രീം പോലെയുള്ളവ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. പകരം വായുടെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വായ നമ്മുടെ ദഹനമായും തലച്ചോറുമായും രക്തവുമായും ശ്വാസകോശവുമായൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് വായ. വായയുടെ പരിചരണം സൗന്ദര്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മനോഹരമായ പുഞ്ചിരി എന്നും സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം വായയിൽ നിന്ന് ഉണ്ടാവാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. വായിലെ ബാക്ടീരിയ, മോണയിലെ വീക്കം തുടങ്ങിയവ പോലും നമ്മുടെ ഹൃദയം മുതൽ തലച്ചോറ് വരെയുള്ള എല്ലാത്തിനെയും ബാധിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വായിലെ ബാക്ടീരിയ, മോണയിലെ വീക്കം തുടങ്ങിയവ പോലും നമ്മുടെ ഹൃദയം മുതൽ തലച്ചോറ് വരെയുള്ള എല്ലാത്തിനെയും ബാധിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആരോഗ്യമുള്ള മോണകളുള്ള ആളുകൾക്ക് പീരിയോഡൈറ്റിസ് ഉള്ള ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗ സാധ്യത 20% കുറവായിരിക്കും. മോണവീക്കമുള്ളവരിൽ ബാക്ടീരിയകൾ പെരുകുകയും ആ ബാക്ടീരിയകൾ രക്തത്തിൽ പ്രവേശിച്ച് രക്തധമനികളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല്ലുകളുടെയും ഹൃദയത്തിന്റെയും ആരോഗ്യം നിലനിർത്താനായി എല്ലാ ദിവസവും 2 തവണ പല്ലു തേക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ വായയ്ക്കും കുടൽ പോലെ തന്നെ അതിൻ്റെതായ ആവാസ വ്യവസ്ഥയുണ്ട്. വായയിലെ നല്ല ബാക്ടീരിയകളെ കൊല്ലുന്ന ആന്റിസെപ്റ്റിക് മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കൂ. പകരം ഇലക്കറികൾ, നട്ട്സ്, പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശീലമാക്കൂ. ഇത് ശരീരത്തിന് എന്നതുപോലെ വായയുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ്. നാക്ക് വൃത്തിയാക്കുന്നത് ബാക്ടീരിയകളുടെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദത്തോടൊപ്പം വർദ്ധിക്കുന്ന ഒന്നാണ് മോണവീക്കം. സ്ട്രെസ് ഹോർമോണുകൾ മോണയിലെ കോശങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് ദുർബലപ്പെടുത്തുകയും കോശങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്രായത്തെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ വായുടെ ആരോഗ്യം കൂടി ശ്രദ്ധിച്ചാൽ കൂടുതൽ ഫലപ്രദമാകും.